അമേരിക്കയും ഇസ്രായേലും അമേരിക്കയും ഇറാനും ഇതാണിപ്പോൾ ഹോട്ട് ടോപ്പിക്ക്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അമേരിക്കയുടെ വലിയ ഒരു അച്ചീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇറാനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് 12ഓളം വരുന്ന രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് പൗരന്മാരെ തിരിച്ച് വലിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പുതിയൊരു പ്രഖ്യാപനം ഇറാൻ ഒന്ന് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് 4 മണിക്കൂർ മുമ്പാണ് ഇത് വിട്ടിട്ടുള്ളത്. ആ ഒരു പോസ്റ്റും വന്നിട്ടുള്ളത്. ഇറാൻ ഈസ് അർജൻസ് ഇറ്റ് ഈസ് സിറ്റിസൺസ് ടു ലീവ് the UAE, Kuwait, Qatar, Bahrain and Jordan. The regions is on the verge of exploding. ഈ മേഖലകളൊക്കെ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള UAEയിലും അതുപോലെ തന്നെ ഖത്തറിലും ബഹ്റൈനിലും ജോർദാനിലും കുവൈത്തിലൊക്കെയുള്ള നമ്മുടെ രാജ്യത്തെ പൗരന്മാർ എത്രയും പെട്ടെന്ന് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരണമെന്നാണ് ഈ ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 കാര്യം വ്യക്തമാണ്. ഒന്ന്, ഇറാനും അത്ര കണ്ടിട്ട് ഇതിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. രണ്ടാമത്, ഈ രാജ്യങ്ങളും മുൾമുനയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ ഇത് പറഞ്ഞതാണ്, അമേരിക്കക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ അവരുടെ ആകാശമോ അല്ലെങ്കിൽ ഭൂമിയോ വിട്ടു നൽകുകയാണെങ്കിൽ അതൊക്കെ നിയമാനുസൃതമായിട്ടുള്ള ഒരു ടാർഗറ്റായിട്ട് നിങ്ങൾ കണക്കാക്കണം. ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ആരൊക്കെ എവിടെയൊക്കെ സഹായം ചെയ്യുന്നു അവിടെയൊക്കെ ഞങ്ങൾ നോട്ടഡാണ്, അഥവാ നമ്മൾ അവിടെയൊക്കെ ടാർഗറ്റായിട്ട് പരിഗണിച്ച കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ രാജ്യം നിങ്ങളുടെ സുരക്ഷയാണ്. അതുകൊണ്ട് സമീപനം ഒന്നുകൂടിയും മയപ്പെടുത്തി അമേരിക്കയോട് ഗുഡ് ബൈ പറയുക. അല്ല എങ്കിൽ നിങ്ങളും കൂടി ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പരിഗണിക്കും. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ആളുകളൊക്കെ ഇത്തരം രാജ്യത്തു നിന്ന് തിരിച്ച് വേഗം പോരുക എന്ന ഒരു വാർത്ത ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 4 മണിക്കൂർ മുമ്പാണ്. ഇറാനിയൻ അറബിക് എന്ന് പറയുന്ന പോർട്ടലാണ് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് കാണാം. ഇതൊക്കെ ഒരു പേടിപ്പെടുത്തലുകളും വിലപേശലുകളും ഒക്കെയാണ്. അതിൻ്റെ അപ്പുറം മറ്റൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. പക്ഷേ മറ്റൊരു കാര്യം, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധം ഈ സമയത്തായതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിൻ്റെ കോപ്പ് കൂട്ടുന്ന രീതി അമേരിക്കയ്ക്ക് അത്ര കണ്ട് വിജയിക്കില്ല എന്നുകൂടി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് ചിലരൊക്കെ പറയുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും എവിടെയെങ്കിലും ഒന്ന് എത്തിയാൽ മാത്രമേ ഇറാനും അതുപോലെ തന്നെ ബാക്കിയുള്ള മേഖലകളിലും ഈ അമേരിക്കയുടെ ശ്രദ്ധ ചെലുത്തുള്ളൂ. 2 പോർമുഖങ്ങൾ അമേരിക്ക ഒരുപോലെ കൊണ്ടെടുക്കുമ്പം ഒന്നുകൂടിയും വലിയ അപകടത്തിലാകും. കാരണം അമേരിക്ക ഡയറക്റ്റാണ് ഇറാനിൽ ഇടപെടുന്നത്. മറ്റെല്ലാം പാകിസ്ഥാനെ കൊണ്ട് അഫ്ഗാനിസ്ഥാൻ നശിപ്പിക്കാനും അഫ്ഗാനിസ്ഥാനെ കൊണ്ട് പാകിസ്ഥാൻ നശിപ്പിക്കാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. ഗ്യാലറിയിലാണ് അവിടെ അമേരിക്ക, പക്ഷേ ഇവിടെ കളിക്കളത്തിലാണ്. അപ്പോൾ എത്ര കണ്ടിട്ട് ക്ഷീണം ചെയ്യുമെന്നുള്ളതൊക്കെ അമേരിക്ക മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു യുദ്ധം തുടങ്ങി എന്നതുകൊണ്ട് തന്നെ ഇനിയൊരു യുദ്ധത്തിലേക്ക് കോപ്പ് കൂട്ടുന്നത് അത്ര പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ സാധ്യതയില്ല എന്ന വാർത്തയുണ്ട്. എന്താണെങ്കിലും പല രാജ്യങ്ങളും ഇറാനിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നു. ഇറാനാണെങ്കിൽ ഇറാൻ്റെ പൗരന്മാരെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു വലിക്കുന്നു. ഇത് രണ്ടും അവസാന ഘട്ട തയ്യാറെടുപ്പുകളായിട്ടാണ് ഈ യുദ്ധ വിദഗ്ധരൊക്കെ പറയുന്നത്. എന്താണെങ്കിലും ഈ കാത്തിരുന്ന് കാണുക എന്നതിൽ അപ്പുറം മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ട്രംപാണ് ഒരു സൈഡുള്ളത്. ഈ ട്രംപിനാണെങ്കിൽ ഒരു നിലപാടില്ലാത്ത ഒരാളും കൂടിയാണ്. അതുകൊണ്ട് അയാളുടെ ആളൊക്കെ എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. കാര്യങ്ങളൊക്കെ മാറി മറിയും എന്നല്ല, സത്യമായിട്ട് നമുക്ക് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും എന്ന് കരുതാം. എന്താണെങ്കിലും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.